അറബിക്കടലിന്റെ തിരമാലകൾക്ക് അന്നും ഇന്നും ഒരേയൊരു കഥയെ പറയാനുള്ളൂ. കടൽ കടന്നുവന്ന ഡച്ച് സാമ്രാജ്യത്തിന്റെ അഹങ്കാരം ഈ മണ്ണിൽ കത്തിയമർന്ന കഥ. 1741 കുളച്ചൽ തീരം കണ്ടത് ചരിത്രമല്ല, അതൊരു വേട്ടയായിരുന്നു. ആധുനിക പീരങ്കികളും കരുത്തുറ്റ നാവിക പടയുമായി ഡച്ച് അഡ്മിറൽ ഡി ലെനോയ് കുളച്ചൽ മണ്ണിലേക്ക് പടനയിച്ചു. ഭാരതത്തിന്റെ അധികാരം പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരന്റെ മോഹം. പക്ഷേ അവർക്ക് തെറ്റി. അവർക്ക് മുൻപിൽ വൻമതിൽ പോലെ അയാൾ നിന്നു. തിരുവിതാംകൂറിന്റെ സിംഹം, ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരന്റെ പീരങ്കിയുണ്ടകളെ തിരുവിതാംകൂർ സൈന്യം നെഞ്ചുവിരിച്ചു നേരിട്ടു. കടൽ കത്തിയിരുന്നു. ഡച്ച് പടക്കപ്പലുകൾ ആഴക്കടലിൽ അന്ത്യവിശ്രമം കൊണ്ടു. ലോകചരിത്രത്തിൽ ആദ്യമായി ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ നിമിഷം. ഡച്ച് അഡ്മിറൽ രാജാവിന്റെ കാൽക്കൽ വാൾ വെച്ച് കീഴടങ്ങി. അതോടെ അവസാനിച്ചു ഡച്ചുകാരുടെ ഇന്ത്യൻ സ്വപ്നങ്ങൾ. ഇന്നും കന്യാകുമാരി ജില്ലയിലുള്ള കുളച്ചലിലെ മണൽത്തരികളിൽ ആ വിജയത്തിന്റെ വീര്യമുണ്ട്. കുളച്ചൽ യുദ്ധം, നമ്മുടെ മണ്ണ്, നമ്മുടെ അഭിമാനം.